ഇവിടെ ഒരു സൗത്ത് കൊറിയൻ സോൾജർ അവന്റെ യൂണിഫോം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അവന്റെ കാലിൽ ഒരു ബുള്ളറ്റ് വന്ന് തറയ്ക്കുന്നു. ഉടനെ ഇത് കണ്ട മറ്റു സോൾജേഴ്സ് കവർ എടുക്കുകയാണ്. അപ്പൊ ടീമിന്റെ കമാൻഡർ റൈഫലിൽ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പൊ അതിന്റെ സ്നൈപ്പർ ഹെൽമെറ്റിൽ ഷൂട്ട് ചെയ്യാണ്. അത് വെച്ച് ഒരു സ്നൈപ്പർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. അതേ നേരത്തെ വേറൊരു സോൾജർ ബുള്ളറ്റ് ഇട്ട് കിടക്കുന്ന സോൾജറിന് നേരെ ഒരു കമ്പ് എടുത്ത് നീട്ടിയിട്ട് പറഞ്ഞു, ആ കമ്പിൽ പിടിക്ക്, ഞാൻ നിന്നെ ഇപ്പുറത്തേക്ക് വലിച്ചു കയറ്റാമെന്ന്. പക്ഷെ രക്ഷപ്പെടാൻ ശ്രമിച്ച സോൾജറിനെ എനിമീസ് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അപ്പൊ കമാൻഡറെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്നൈപ്പർ ഇരിക്കുന്ന ഭാഗത്തേക്ക് എയർ സ്ട്രൈക്ക് വരാൻ പറഞ്ഞിട്ട് ബോംബിടാണ്. ശേഷം ടീം എല്ലാവരും ചേർന്ന് സ്നൈപ്പറിനെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ ബോംബിട്ട ഏരിയയിലെങ്ങും സ്നൈപ്പർ ഇല്ലായിരുന്നു. അപ്പൊ ഒരു സോൾജർ പറഞ്ഞു അവരിട്ട ബോംബിൽ സ്നൈപ്പർ ചാമ്പലായി കാണുമെന്ന്. എന്നാൽ കമാൻഡർ അത് വിശ്വസിച്ചില്ല. അപ്പൊ മരിച്ചുപോയ സോൾജറിന്റെ അടുത്ത് അവന്റെ ഫ്രണ്ട് ഇരുന്ന് കരയാണ്. ആ സമയത്ത് ദൂരത്തിൽ ആരോ ഉള്ളതായിട്ട് കാണുന്നു. ഉടനെ ആ സോൾജർ റൈഫിലും എടുത്ത് ആ സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് സോൾജറിന്റെ തലയുടെ പുറകിൽ ഗണ്ണ് വെക്കുന്നു. ആരാണെന്ന് നോക്കിയാല് അതാ സ്നൈപ്പർ ആയിരുന്നു. അങ്ങനെ സോൾജർ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. അപ്പൊ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് സോൾജർക്ക് മനസ്സിലായത് എനിമി ഒരു പെണ്ണാണെന്ന്. അതും ആ സോൾജറിന്റെ വീട്ടിനടുത്തുള്ള ഒരു പെണ്ണാണ്. അവള് നോർത്ത് കൊറിയൻ ആർമിയിൽ ചേർന്നിരിക്കുകയാണ്. അപ്പൊ ആ സോൾജർക്ക് ഒരു പെണ്ണിനെ കൊല്ലാൻ മനസ്സ് വരാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറയുന്നു. എന്ന് അവള് സ്നൈപ്പറും കൊണ്ട് പോകാതെ വീണ്ടും മറ്റു സോൾജേഴ്സിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. നോക്കുമ്പോ അവൾ അടുത്തതായിട്ട് ഷൂട്ട് ചെയ്തത് കമാൻഡറെ ആയിരുന്നു. അപ്പൊ ഇത് കണ്ട സോൾജർ അവളെ രക്ഷപ്പെടാൻ പറഞ്ഞതോർത്ത് റിഗ്രറ്റ് ചെയ്യാണ്. അങ്ങനെ രണ്ട് നാടുകളും ചേർന്ന് വാർ നിർത്താൻ വേണ്ടിയിട്ട് സൈൻ ചെയ്യുന്നു. അപ്പൊ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ വാർ നിൽക്കാൻ പോവാണ്. ആ സമയത്ത് മറ്റൊരു കമാൻഡർ പറഞ്ഞു 12 മണിക്കൂറിനുള്ളിൽ നോർത്ത് കൊറിയക്കാരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യണമെന്ന്. അങ്ങനെ US ആർമിയുടെ സപ്പോർട്ടോട് കൂടി എനിമീസിനെ അവർ അറ്റാക്ക് ചെയ്യുന്നു. ആ സമയത്ത് സ്നൈപ്പർ പെണ്ണ് വന്ന് സോൾജറിന്റെ കാലിൽ ഷൂട്ട് ചെയ്യുന്നു. ലാസ്റ്റ് ആയിട്ട് അവനെ കൊല്ലാൻ നോക്കിയതും അവളുടെ തോക്കില് ബുള്ളറ്റ് ജാമായി പോകുന്നു. അപ്പൊ ആ ഗ്യാപ്പില് സോൾജർ അവന്റെ ടീമിനെ കൊന്ന റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് കത്തി വെച്ച് അവളുടെ നെഞ്ചിൽ കുത്തി ഇറക്കി കൊല്ലുന്നു.